അതെ, ചിലപ്പോഴെല്ലാം നമ്മളൊക്കെ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ചില എക്സാമുകളൊക്കെ എഴുതിയിട്ട് 8 നില പൊട്ടാറുണ്ടല്ലേ. അതൊരു ഒന്നും രണ്ടും തവണയൊക്കെ ആകാൻ ചിലപ്പോൾ. എന്നിട്ട് ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ സ്വയം ഡിപ്രസ്ഡ് ആയിട്ട് ഇതെനിക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയോ ഏതെങ്കിലും ഒരു ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒന്നും രണ്ടും തവണ കിട്ടിയില്ലെന്ന് കരുതിയിട്ട് നിങ്ങൾ അതവിടെ നിർത്താൻ പാടില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അത് ആഗ്രഹിക്കുന്നതുകൊണ്ട് 10 20 തവണ ആയിക്കോട്ടെ നിങ്ങൾ തോറ്റു പോയേക്കാം, പക്ഷെ നിങ്ങൾ അവിടെ നിർത്താൻ പാടില്ല. നമ്മളൊരു 2-3 തവണ തോക്കുമ്പോഴത്തേനും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഒപ്പമുള്ളവരും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്താം. ആരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. ഈ സപ്പോർട്ടൊക്കെ പിന്നെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ്. നമ്മുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അതൊപ്പം ഉള്ള ആരെയും ആശ്രയിച്ചാവരുത്. നമ്മുടെ ലക്ഷ്യത്തെ മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു കുറച്ചധികം കൂടെ കഷ്ടപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. അപ്പോൾ ബൈ.